അസ്സാം വലൈക്കും വറഹമത്തുള്ള. മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വഖഫ് ബില്ല് പാർലമെന്റിലും രാജ്യസഭയിലും അവതരിപ്പിച്ചു. ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അതിനെ നേരിട്ടത്. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയിൽ ബില്ല് പാസാക്കിയെടുക്കാൻ BJP സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ആ ബില്ലുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ, പ്രിയങ്ക ഗാന്ധിക്കെതിരെ, ഷാഫി പറമ്പിലിനെതിരെയൊക്കെ ചില ആളുകൾ അനാവശ്യമായി രംഗത്ത് വന്നതായിട്ട് കാണാനിടയായി. സോഷ്യൽ മീഡിയകളിലൊക്കെ അതിൻ്റെ പ്രതികരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വഖഫ് ബില്ല് ഭേദഗതിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പാർലമെന്റിലും രാജ്യസഭയിലും വന്ന ബില്ലിന്റെ മേൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷം ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം അതിനെതിരെ നടത്തുകയുണ്ടായി. എന്നാൽ അതിലും ചില ആളുകൾ നെല്ലും കല്ലും തിരയുന്ന തിരക്കിലാണ്. അത്തരം ആളുകൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചാലും, ഷാഫി പറമ്പിലിന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയാലും, പ്രിയങ്ക ഗാന്ധി പങ്കെടുത്താലും ഒക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും അതിൽ നിന്ന് എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്തരം ആളുകൾക്ക് മുന്നിൽ സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുകയും സുപ്രഭാതം പത്രത്തിന്റെ ഗുണാണ്ടരാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്താർ പന്തല്ലൂരും ഉണ്ടായല്ലോ എന്നതിൽ ദുഃഖമുണ്ട്. ചില ആളുകൾ അടി ചോദിച്ചു വാങ്ങുന്നവരാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട ഒരുത്തനാണ് ഈ സത്താർ. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ സ്റ്റേജിലൂടെയും പേജിലൂടെയും അയാൾ പറയും. ഇപ്പൊ വഖഫ് ഭേദഗതി ബില്ലുമായി കൊണ്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കാത്തതിലാണ് മൂപ്പർക്ക് കലി വന്നത്. IB-യുടെയും ഡീനിന്റെയും നട്ടല് ഷാഫിക്ക് വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഷാഫിക്കെതിരെ അദ്ദേഹം തൊടുത്തുവിട്ട ആരോപണം. മൂപ്പര് വിചാരിച്ചത് സമസ്ത മുഷാവറയിലോ അല്ലെങ്കിൽ ആദർശ സമ്മേളനത്തിലോ മുക്കം ഉമർ ഫൈസിയും അസ്കർ അലി ഫൈസിയും ഒക്കെ പ്രസംഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ സംസാരിക്കുന്നത് പോലെ അങ്ങനെ കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു വേദിയാണ് പാർലമെന്റ് എന്നാണോ കരുതിയത്? പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിൽ ഒരു ബില്ല് ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ആ ബില്ലിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കേണ്ടതും ഇടപെടേണ്ടതും ആരാണ്, എങ്ങനെയാണ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്, ഊന്നിപ്പറയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് അതിൽ സംസാരിക്കുന്നതിന് വേണ്ടി ആളെയൊക്കെ തീരുമാനിച്ച് ആ സംസാരിക്കുന്നവരുടെ വിവരങ്ങൾ സ്പീക്കർക്ക് കൈമാറി സ്പീക്കർ വിളിക്കുമ്പോൾ സ്പീക്കർ കൊടുക്കുന്ന ആ സമയം അതിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ചില വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ ആരാണോ നല്ലത് എന്നുള്ളത് ഓരോ പാർട്ടികളും തീരുമാനിച്ചിട്ടാണ് പാർലമെന്റിലേക്ക് അവർ പോവാറ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നതുപോലെ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി കൊണ്ട് സംസാരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ സംസാരിച്ചാൽ മോഡിയും അമിത്ഷായും ഒക്കെ ആ ബില്ലും കൊണ്ട് ഓടിയേനെ എന്ന് സത്താർ സ്വപ്നമറ്റേ കണ്ടുപോയോ? IB-യും ഡീനും ഒക്കെ സംസാരിച്ചത് അവരുടെ വീട്ടിലെ കാര്യമല്ല. കോൺഗ്രസിന്റെ പാർലമെന്ററി ബോർഡ് കൂടി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പ്രസിഡന്റായ ഖാർഗെയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് അവരെ പ്രസംഗിപ്പിക്കാൻ അനുവദിച്ചത്, അവർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തത്. കോൺഗ്രസ് അവരെ ചുമതലപ്പെടുത്തി അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചത്. ഇപ്പൊ വഖഫ് ഒരു ഭരണഘടനാ വിഷയമാണെങ്കിലും അത് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ മുസ്ലിം പ്രതിനിധികൾ സംസാരിക്കുന്നതിനേക്കാൾ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടതായ ആളുകൾ പ്രസംഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഗുണകരം. BJP സർക്കാർ കൊണ്ടുവരുന്ന ഈ വഖഫ് ഭേദഗതി ബില്ലുമായി കൊണ്ട് ബന്ധപ്പെട്ട് ക്രിസ്തീയ സഭകളടക്കം BJPക്ക് പിന്തുണ നൽകുമ്പോൾ ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറ്റവും ഗുണകരം ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള അംഗങ്ങൾ സംസാരിക്കുന്നതാണ് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരുന്നതും ഒരുപക്ഷെ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമായിരിക്കാം. അതിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയപരമായ മറ്റൊരു ഗുണം കൂടി കണ്ടെത്തിയതായിരിക്കാം. അതിൽ കോൺഗ്രസിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.
മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഈ വഖഫ് ഭേദഗതി ബില്ലുമായി കൊണ്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ അവരുടെ നിലപാടുകൾ നേരത്തെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഒക്കെ വാക്കും അനക്കവും ഉത്തരേന്ത്യയിലെ വിവരമില്ലാത്തവരെ മുമ്പിൽ സംഘപരിവാർ ആയുധമാക്കി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാഹുലും ഒക്കെ ചിന്തിച്ചു കാണും. അപ്പൊ അവരുടെ പ്രസംഗങ്ങൾ അവരെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം വാദിക്കുന്നു എന്നുള്ള തരത്തിൽ ഉത്തരേന്ത്യൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ BJP സംഘപരിവാർ ആയുധമാക്കി ഉപയോഗിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി തന്ത്രപരമായ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല നീക്കമായിട്ട് കാണുകയല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെ വിലയിരുത്തപ്പെടുമ്പോൾ സത്താർ പന്തല്ലൂര് അപക്വവും അസ്ഥാനത്തുമായ വിമർശനങ്ങളാണ് നടത്തിയത് എന്ന് പറയേണ്ടി വരും. ഏതായാലും സത്താർ പന്തല്ലൂർ നടത്തിയ ആ വിമർശനത്തിന് സോഷ്യൽ മീഡിയയിലൂടെ നല്ല അടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. APCCയുടെ വക്താവായ ഡോക്ടർ ജിൻഡോ ജോൺ വയറു നിറച്ചും പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനും മാത്രം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സ്വന്തം പറ്റിൽ വാങ്ങി വച്ചാൽ മതി, സമസ്തയുടെ പറ്റിൽ ചേർക്കണ്ട എന്നുകൂടി സത്താർ പന്തല്ലൂരിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.